എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് ഓൺലൈനായി പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് വിവാഹ തടസ്സം വിവാഹ തടസ്സം ഏത് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. പല ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ചിലർക്ക് ഒട്ടും ആലോചനകൾ വരുന്നില്ല, ചില ആൾക്കാർക്ക് ആലോചനകൾ വരും, ഒന്നും ശരിയല്ല, ചിലർക്ക് ഒട്ടും ആലോചനകളേ വരുന്നില്ല. പല ക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ നവഗ്രഹാർച്ചനയാണെങ്കിലും എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചില ആൾക്കാരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടന്ന്, എന്നാൽ കുറച്ച് ആൾക്കാരുടെ വീണ്ടും നടക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയേണ്ടത്, പരസ്പരം ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കുക. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്താൽ മതി. വിവാഹ തടസ്സം കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഭക്തജനങ്ങൾ 6 ചെറുനാരങ്ങ മതി വിവാഹ തടസ്സം മാറിക്കിട്ടാൻ വേണ്ടി. വെറും 6 ചെറുനാരങ്ങ. ഈ 6 ചെറുനാരങ്ങ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കോ ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് തലയ്ക്കൊഴിയണം. അതായത് മക്കളൊക്കെ ദൂരെ പഠിക്കാൻ പോയവരാണെങ്കിൽ, അഥവാ ദൂരെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അച്ഛനമ്മമാർ എന്ത് ചെയ്താൽ മതി, 6 ചെറുനാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് 6 ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ട് വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയാണെങ്കിൽ ദേവീ ക്ഷേത്രം, ഭദ്രയാകാം ദുർഗയാകാം, അവിടെ ചോദിക്കുക. നാരങ്ങ വിളക്ക് ഉണ്ടെങ്കിൽ അവിടെ കത്തിക്കുക. ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിപ്പിക്കാറില്ല, അത് അവിടുത്തെ ഒരു വിശ്വാസ ആചാരപരമായിട്ടാണ്. അപ്പോൾ നാരങ്ങ വിളക്കുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് 6 ചെറുനാരങ്ങ എടുത്തിട്ട് എന്ത് ചെയ്യണം, നാരങ്ങ വിളക്ക് കത്തിക്കുക. ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കാര്യം സങ്കല്പിക്കുക. വിവാഹപരമായ തടസ്സം മാറണമെന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മൾ നാരങ്ങ എടുക്കാൻ വേണ്ടി. നാരങ്ങ തലയ്ക്ക് ഒഴിയണം, അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞ് വേണം ഇത് കത്തിക്കാൻ. അതിലെ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ട അറിയാം. ഇത് ചെയ്യേണ്ടത് നമ്മൾ ദേവീ ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. അവിടെ വെച്ച് തന്നെ നാരങ്ങ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ കത്തിക്കുക. ഒരു ഇലക്കകത്ത് വെക്കുക. ഗണപതിക്ക് ഒരു നാണയം സങ്കല്പിച്ച് അവിടെ വെക്കുക. ഇച്ചിരി പൂവൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിച്ച് വെക്കാം. നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം ചെറിയ പാക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു കുങ്കുമം മേടിച്ച് ദേവിയുടെ നടക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. അതായത് മംഗലത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറണമെന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ കുങ്കുമം കൂടെ സങ്കല്പിച്ച് ദേവിക്ക് വെക്കേണ്ടത്. അപ്പോൾ 6 ചെറുനാരങ്ങ വിളക്കിട്ടാൽ മതി. മംഗല്യപരമായ തടസ്സങ്ങൾ തീർച്ചയായിട്ടും തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. തലയ്ക്ക് ഒഴിഞ്ഞ് ചെയ്യുക. മക്കൾമാർ പഠിക്കാനോ ഇല്ലെങ്കിൽ ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ സങ്കല്പിച്ച്, തലക്കൊടിയുണ്ട, അവരെ സങ്കല്പിച്ച് നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. തീർച്ചയായിട്ടും വിവാഹപരമായ ഉള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പൊതുവേ വിവാഹം ഒട്ടും 30 വയസ്സിനൊക്കെ മേപ്പോട്ട് ഒട്ടും വിവാഹം വരാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരണം. ആ ഗ്രഹനില നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. ആരും ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം, ദോഷങ്ങൾ കുറഞ്ഞതിന് ശേഷം നമ്മൾ മാട്രിമോണിയിലോ ബ്ലൂറോയിലൊക്കെ കൊടുക്കുക. ദോഷം മാറുന്ന അനുസരിച്ച് നമുക്ക് നാലാദിക്കുന്ന ആലോചനകളൊക്കെ വരുന്നതായിരിക്കും. 6 ചെറുനാരങ്ങ തലക്കൊഴിഞ്ഞ് കത്തിക്കുക. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരം നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കുക. അതിനുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.